Dear students, good morning to all. Welcome to our classroom Marketing Management. Today we are discussing marketing process and market environment. Firstly, the marketing process. The activities of the marketer both reflect and shape the world we live in. Every year, new products and services are launched and some of them succeed or an unprecedented scale. In the case of Apple iPhone or iPad, they all are great invention and highly successful in market. നമുക്കറിയാം മാർക്കറ്റ് എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ലോകത്തെ തന്നെ ഷേപ്പ് ചെയ്യുന്നത് മാർക്കറ്റേഴ്സാണ്. ഓരോ വർഷവും അല്ലെങ്കിൽ ഓരോ നിമിഷം പോലും പുതിയ പുതിയ ഇന്നൊവേറ്റീവായിട്ടുള്ള പ്രൊഡക്റ്റുകൾ ലോഞ്ച് ചെയ്യപ്പെടുന്നുണ്ട്. അത് പലതും സക്സീഡ് ചെയ്യുന്നു, നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാത്ത ഉയരത്തിലേക്ക് അത് എത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എക്സാമ്പിളാണ് ഈ മൊബൈൽ ടെക്നോളജിയിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ. ഐഫോൺ, ഐപാഡ്, അതുപോലെ സാംസങ് ഗാലക്സീസ് ബേസ്ഡൊക്കെ ആയിട്ടുള്ള പല ഗ്രേറ്റ് ഇന്നൊവേറ്റീവ് പ്രൊഡക്ട്സുകളാണ് നമ്മുടെ മാർക്കറ്റിൽ ഇറങ്ങുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ തന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോണുകൾ തന്നെ, നിങ്ങളിപ്പോൾ ഫോൺ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഫ്യൂ ഇയേഴ്സ് ആയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ കയ്യിലേക്ക് വന്നിരിക്കുന്ന ഫോണുകളുടെ ഒരു ബ്രാൻഡ് തന്നെ നമ്മൾ നോക്കിയാൽ, അതിൻ്റെ ഫീച്ചേഴ്സ് തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ മാറി വരുന്നതായിട്ട് കാണാം. അപ്പോൾ സാധാരണ ഇതിൽ അപ്പോൾ ഇതുകൊണ്ട് തന്നെ മാർക്കറ്റിംഗ് പ്രോസസ്സിന് വെരി ഇമ്പോർട്ടൻസ് ആണ് പ്രസൻറ്റ് വേൾഡിൽ കൽപ്പിക്കുന്നത്. നെക്സ്റ്റ്, meaning of marketing process. The marketing process of a company typically involves identifying the variable and potential marketing opportunities in the environment, developing strategies to effectively utilize the opportunities, evolving suitable marketing strategies, and supervising the implementations of these marketing efforts. These involves a way that value can be created for the customers to satisfy their needs. Marketing process is a continual series of action and reaction between the customers and the organizations, which are making attempt to create the value for and satisfy the needs of the customers. In marketing process, the situation is analyzed to identify the opportunities. Firstly, the strategy formulated for a value proposition. That means the utilizations of that opportunities. Next, the tactical decisions are taken and plan is implemented effectively and get result and their monetization. These are the basic process involved in marketing activities. One more, the step is marketing process is that situation analysis, marketing strategies, marketing mix decision, and implementations and controlling activities. First one, situation analysis. Analysis of the situation in which the organization finds itself serves as the basis for identifying the opportunities to satisfy unfulfilled customers' needs. Situational and environmental analysis is done to identify the marketing opportunities, to understand the firm's own capabilities and capacity, to understand the environment in which the firm is operating. അപ്പോൾ ഫസ്റ്റ് പറയുന്നത് സിറ്റുവേഷൻ മനസ്സിലാക്കുക എന്നുള്ളതാണ്.
സിറ്റുവേഷൻ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള സിറ്റുവേഷൻ അനാലിസിസ് നമ്മൾ നടത്തുന്നത് എന്താണ് കസ്റ്റമേഴ്സിൻ്റെ ഫുൾഫിൽഡായ അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫൈഡ് ചെയ്യാത്ത കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് എന്തൊക്കെയാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്ത്, അതാണ് നമ്മുടെ ഒരു മാർക്കറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസറുടെ ഓപ്പർച്യൂണിറ്റി. അപ്പോൾ അൺസാറ്റിസ്ഫൈഡ് ആയിരിക്കുന്ന വാൺസ്, അതിനാവശ്യമായിട്ടുള്ള പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇതിലൂടെ അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ആ സിറ്റുവേഷൻ ആൻഡ് എൻവയോൺമെൻറ്റൽ അനാലിസിസിലൂടെ ഈ ഓപ്പർച്യൂണിറ്റി ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സിറ്റുവേഷൻ അനാലിസിസ് കണ്ടക്ട് ചെയ്യുന്നത് ഫസ്റ്റ്. അങ്ങനെ സിറ്റുവേഷൻ അനാലിസിസ് കണ്ടക്ട് ചെയ്തിട്ട് ഓപ്പർച്യൂണിറ്റീസ് ഐഡൻറ്റിഫൈ ചെയ്താൽ നെക്സ്റ്റ് സ്റ്റെപ്സിലേക്ക് നമ്മൾ പോകും. അതാണ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറയും. ആഫ്റ്റർ ഐഡൻറ്റിഫൈങ് ദി മാർക്കറ്റിംഗ് ഓപ്പർച്യൂണിറ്റീസ്, എ സ്ട്രാറ്റജിക് പ്ലാൻ ഈസ് ഡെവലപ്ഡ് ടു പെർസ്യൂ ദി ഐഡൻറ്റിഫൈഡ് ഓപ്പർച്യൂണിറ്റീസ്. അപ്പം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്ന ഓപ്പർച്യൂണിറ്റീസിനെ എക്സ്പ്ലോയിറ്റേഷൻ നടത്താൻ അല്ലെങ്കിൽ അതിനെ ഉപയോഗപ്പെടുത്താൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, അതിനു വേണ്ടിയിട്ടുള്ള പ്ലാനിങ് ആണ് സ്ട്രാറ്റജിക് പ്ലാൻ എന്ന് പറയുന്നത്. ഈ ചെയ്യേണ്ട പ്ലാൻ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, പ്ലാനിങ് നടത്തിയാൽ, ഈ പ്ലാനിങ് നമ്മൾ ഇംപ്ലിമെൻറ്റേഷൻ നടത്തുന്നതിലൂടെ ഈ അൺഫുൾഫിൽഡ് ആയിരിക്കുന്ന ഹ്യൂമൻ ബീങ്സിൻ്റെ വാൺസ് സാറ്റിസ്ഫൈ ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ വാല്യൂ ക്രിയേഷൻ നടത്തുകയും അതിലൂടെ ഓർഗനൈസേഷൻസിൻ്റെ പ്രോഫിറ്റബിലിറ്റിയിലേക്ക് അല്ലെങ്കിൽ സക്സസ്സിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ടും പറ്റും. അപ്പോൾ രണ്ടാമത്തെ സ്ട്രേറ്റ് വരുന്നതാണ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് എന്നുള്ളത്. നെക്സ്റ്റ് മാർക്കറ്റിംഗ് മിക്സ് ഡിസിഷനാണ്. നമ്മൾ പറഞ്ഞു ഇങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്താൽ, ഓപ്പർച്യൂണിറ്റി ഐഡൻറ്റിഫൈ ചെയ്തു, നമ്മൾ എന്ത് ചെയ്തു, സ്ട്രാറ്റജി അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസേഷൻ ചെയ്യേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ പ്രിപ്പയർ ചെയ്തു. ആ പ്ലാനിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ, അതാണ് മാർക്കറ്റിംഗ് മിക്സ് ആൻഡ് ഡിസിഷൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഫോർമുലേറ്റിംഗ് ഫോർ എ വാല്യുവബിൾ പൊസിഷനാണ്. ആ വാല്യുവബിൾ പ്രപ്പോസിഷൻസ് ആണ്, അല്ലെ വാല്യൂ പ്രപ്പോസിഷൻസ് എന്നാണ് അതിനെ പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് at these steps a detailed tactical decision are made for the controllable parameters of the marketing mix നമുക്ക് വിശദമായിട്ട് അങ്ങോട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ എന്തൊക്കെ തരത്തിലുള്ള പ്രൊഡക്റ്റാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നുള്ള ആ മാർക്കറ്റിംഗ് മിക്സ് ഡിസിഷൻസ് എടുക്കുകയാണ്. ഈ മാർക്കറ്റിംഗ് മിക്സ് ഡിസിഷൻസിൽ ഇൻക്ലൂഡഡ് ആയിരിക്കുന്ന ടേംസ് ഒന്ന് പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് ഡിസിഷൻസ് ആണ്, പ്രൊഡക്റ്റ് പ്രൈസിങ് ഡിസിഷൻസ് വരുന്നുണ്ട്, പ്രൊഡക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ഡിസിഷൻ വരുന്നുണ്ട്, പ്രൊഡക്റ്റ് പ്രൊമോഷണൽ ഡിസിഷൻ വരുന്നുണ്ട്. ഈ 4 മേജറായിട്ടുള്ള ഡിസിഷനാണ് മാർക്കറ്റിംഗ് മിക്സ് ഡിസിഷൻസിൽ വരുന്നത്. ഓർമ്മിക്കുക, പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് ഡിസിഷൻ, പ്രൊഡക്റ്റ് പ്രൈസിങ് ഡിസിഷൻ, പ്രൊഡക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ഡിസിഷൻ ആൻഡ് പ്രൊഡക്റ്റ് പ്രൊമോഷണൽ ഡിസിഷൻ. ഈ മാർക്കറ്റിംഗ് മിക്സ് ഡിസിഷൻ ടേക്ക് ചെയ്താൽ അവസാനത്തെ സ്റ്റെപ്സാണ് ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ എന്നുള്ളത്. ഫൈനലി ദ മാർക്കറ്റിംഗ് പ്ലാൻ ഈസ് ഇംപ്ലിമെൻറ്റഡ് ആൻഡ് ദി റിസൾട്ട് ഓഫ് മാർക്കറ്റിംഗ് എഫേർട്സ് ആർ മോണിറ്റേർഡ് ടു അഡ്ജസ്റ്റ് ദ മാർക്കറ്റിംഗ് മിക്സ് അക്കോർഡിംഗ് ടു ദി മാർക്കറ്റിംഗ് ചേഞ്ച്. നമ്മളെ മാർക്കറ്റിൻ്റെ ഈ ഒരു 3 സ്റ്റെപ്സ് കഴിഞ്ഞാൽ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ പ്രോസസ്സാണ്. ഇംപ്ലിമെൻറ്റേഷൻസ് നടത്തി കഴിഞ്ഞാൽ മാത്രം പോരാ, അതിനെ നമ്മൾ ഇംപ്ലിമെൻറ്റേഷൻ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ടിനെ മോണിറ്ററൈസ് ചെയ്യണം. ആ മോണിറ്ററൈസേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, മാർക്കറ്റ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ മാർക്കറ്റിംഗ് മിക്സിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യും, അത് ഈസി ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. അതുകൊണ്ട് ഈ മോണിറ്ററൈസേഷൻസും ഇംപ്ലിമെൻറ്റേഷൻസും മാത്രം പോരാ, മോണിറ്ററൈസേഷൻസും കൂടിയും എന്തിൽ വരുന്നുണ്ട്, പ്രോസസ് ഓഫ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നതിൽ വരുന്നുണ്ട്. അപ്പോൾ ദീസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ മാർക്കറ്റിംഗ് പ്രോസസ്. ഫസ്റ്റ് വൺ സിറ്റുവേഷൻ അനാലിസിസ് ആണ്, മാർക്കറ്റിംഗ് സ്ട്രാറ്റജി, മാർക്കറ്റിംഗ് മിക്സ് ഡിസിഷൻ, ഇംപ്ലിമെൻറ്റേഷൻസ് ആൻഡ് കൺട്രോൾ. അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഈ പിക്ചർ, നിങ്ങൾ കാണുന്ന ആ പിക്ചർ, ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റെപ്സിങ് അനാലിസിസ് വരുന്നുണ്ട്. ആ പ്ലാനിങ് ഫേസാണ് ഫസ്റ്റ് വരുന്നത്, പിന്നെ മാർക്കറ്റിംഗ് പ്ലാനാണ് വരുന്നത്, പിന്നെ റിസൾട്ട്. അപ്പോൾ പ്ലാനിങ് ഫേസിലാണ് സിറ്റുവേഷൻ അനാലിസിസ്, മാർക്കറ്റ് പ്രൊഡക്റ്റ് ഫോഴ്സ് സെറ്റിങ്സും മാർക്കറ്റിംഗ് പ്രോഗ്രാംസും ഒക്കെ വരുന്നത്. അതിലൂടെ മാർക്കറ്റിംഗ് പ്ലാനിലേക്ക് വരുന്നു, പിന്നെ ഇംപ്ലിമെൻറ്റേഷൻ ഫേസിലേക്കും അതിൻ്റെ റിസൾട്ടാണ്. അപ്പോൾ ആ പിക്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിൻ്റെ ഫ്ലോ ഓഫ് ആക്ടിവിറ്റീസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും.
നെക്സ്റ്റ് പാർട്ടാണ് മാർക്കറ്റിംഗ് എൻവയോൺമെൻറ്റ്. നിങ്ങൾ കഴിഞ്ഞ സെമസ്റ്ററിൽ ബിസിനസ് എൻവയോൺമെൻറ്റിൽ കുറേ കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഇവിടെ ഈ മാർക്കറ്റിംഗ് എൻവയോൺമെൻറ്റിലും നമ്മൾ പറയുന്നത്. അപ്പോൾ ഒരു എൻവയോൺമെൻറ്റൽ അനാലിസിസ് കൃത്യമായിട്ട് നടത്തിയാൽ മാത്രമേ നമുക്ക് മാർക്കറ്റിംഗ് ഫങ്ഷൻസ് കൃത്യമായിട്ട് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതിന് ഒരുപാട് എക്സ്റ്റേണലായിട്ടും ഇൻറ്റേർണലായിട്ടും ഒരുപാട് എലമെൻറ്റ്സ് ഉണ്ട്, അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇതിനെ പറ്റിയിട്ടുള്ള കൃത്യമായിട്ടുള്ള അറിവും നോളജും ഒരു മാർക്കറ്റേഴ്സിന് ഉണ്ടെങ്കിൽ മാത്രമേ കൃത്യമായിട്ട് ഒരു ചേഞ്ചിങ് എൻവയോൺമെൻറ്റിൽ നമുക്ക് കൃത്യമായിട്ട് മാർക്കറ്റിംഗ് ഫങ്ഷൻ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് പ്രോസസ്സ് നമുക്ക് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂ എന്നുള്ള കേസാണ്. അപ്പോൾ നമുക്കറിയാം വേൾഡ് എന്ന് പറയുന്നത് അപ് ടു ചേഞ്ചാണ്, എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ടേംസ് മാറുന്നുണ്ട്. അതിനെ വ്യത്യസ്തമായിട്ടുള്ള ഫാക്ടേഴ്സ് വെച്ചിട്ട് നമ്മൾ പറയുന്നത് പെസ്റ്റൈൽ അനാലിസിസ് എന്നാണ് പറയുന്നത്. അത് പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ്, P ഫോർ പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ്, E ഫോർ എക്കണോമിക് ഫാക്ടേഴ്സ്, CS ഫോർ സോഷ്യൽ ഫാക്ടേഴ്സ്, T ഫോർ ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ്, L ഫോർ ലീഗൽ ഫാക്ടേഴ്സ് ആൻഡ് E ഫോർ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്. ഷോർട്ട് ഇതാണ്, ഒന്ന് ഓർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടേംസാണ് ഈ എൻവയോൺമെൻറ്റൽ അനാലിസിസ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് എൻവയോൺമെൻറ്റ് എന്നുള്ള ടേംസ്. പെസ്റ്റിൽ അനാലിസിസ് എന്നാണ്, PESTLE അനാലിസിസ് എന്നാണ് അറിയപ്പെടുന്നത്. അത് പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ്, എക്കണോമിക് ഫാക്ടേഴ്സ്, സോഷ്യൽ ഫാക്ടേഴ്സ്, ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ്, ലീഗൽ ഫാക്ടേഴ്സ്, എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്. ഇപ്പോൾ ഓരോ ആൾക്കാർ ഇത് ഒരുപാട് ചേഞ്ച്, നമുക്കറിയാം ഹ്യൂമൻ നീഡ്സ് ആൻഡ് വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാർക്കറ്റിംഗ് ഫങ്ഷൻ നടത്തുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ഹ്യൂമൻ വാണ്ട്സ് നീഡ്സ് എപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ എക്കണോമിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്, ഹ്യൂമൻ വാണ്ട്സ് ഒരിക്കലും അവസാനിക്കാത്ത, കണ്ടിന്യൂസ് ആണ്. ഒരു വാണ്ട്സ് സാറ്റിസ്ഫൈഡ് ആയിക്കഴിഞ്ഞാൽ അടുത്ത വാണ്ട്സിലേക്ക് പോകും, ഇങ്ങനെയുള്ളൊരു സംഭവം. അപ്പോൾ ഈ ഒരു വാണ്ട്സ് ആണ്, അതൊക്കെ എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റൈലും അവരുടെ വേ ആൻഡ് മീൻസും ഹാബിറ്റ്സും ഒക്കെ ചേഞ്ച് വരും. അതുപോലെ ഒരുപാട് ടേംസ് അപ് ടു ഡേറ്റ് ചേഞ്ച് വരുന്ന ഒരു സിസ്റ്റമാണ് മാർക്കറ്റ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഫാക്ടേഴ്സിനെ കൃത്യമായിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് മാത്രമേ ഒരു ഓർഗനൈസേഷൻസിന് എഫക്റ്റീവായിട്ട് മാർക്കറ്റിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂ എന്നുള്ളതാണ്. നമുക്ക് ഓരോ ഫാക്ടേഴ്സിൽ പോവാം. ഫസ്റ്റ് വൺ പൊളിറ്റിക്കൽ ഫാക്ടേഴ്സാണ്. ജസ്റ്റ് ഈസ് പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് ടേക്ക് പ്ലേസ് കൺട്രീസ് കറണ്ട് പൊളിറ്റിക്കൽ സിറ്റുവേഷനാണ്. That means also the global political situations affect the countries and business, such as the political factors included government policies, taxes, law and tariff system, stability of the government, entry mode regulations, etc. That means economic system. ഈ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം അവൈലബിൾ ഓൺ എ പെർട്ടിക്കുലർ കൺട്രി which influence the marketing process of that nation. Second environmental factors are economic factors. Economic factors involve all the determinants of the economy and its state. The factors that can be concluded the direction in which the economy might move. So, the business analyzes these factors based on the environment. It helps to set up a strategies and tactics in line with changes. Major economic factors which affected our business is that the inflation rate, interest rate, disposable income of the buyers, credit accessibility, unemployment rates, monetary and fiscal policies, foreign exchange rate, economic system, etc. Next, social factors. Countries vary from each other. Every country has a distinctive mindset. These attitudes have an impact on the business. The social factors might ultimately affect the sales of products and services. Some of the social factors which are affected by the marketing functions as cultural implication, gender and connected demographics, social lifestyle, domestic structures, educational level, distributions of wealth, etc. Next one are technological factors. The technology and its advancement is greatly influence the business.
The performing environmental analysis of these factors will help you to set up to date with the changes. Technology alters every minute. This is the why companies must stay connected all the time. The firm should integrate with when needed. Technological factors will help you to know how the consumer react to various trends. നമുക്കറിയാം ടെക്നോളജി അപ് ടു ഡേറ്റ് ചേഞ്ചിങ് ആണ്. ഓരോ ടൈം കഴിയുമ്പോൾ ചേഞ്ച് വന്നുകൊണ്ടിരിക്കുന്നതാണ് ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ്. അപ്പോൾ ഈ ടെക്നോളജി ഡെവലപ്മെൻറ്റിൽ അഡ്വാൻസ്മെൻറ്റിനനുസരിച്ചിട്ടാണ് കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് ആൻഡ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ റിയാക്ഷൻസ് വരുന്നത്. അതുകൊണ്ട് തന്നെ ടെക്നോളജിയെ കൺസിഡർ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻസിന് മാർക്കറ്റിൽ നിലനിന്ന് പോകാൻ വേണ്ടിയിട്ട് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ബേസിക്കലി ദ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് നോക്കാം. ഒന്ന്, ന്യൂ ഡിസ്കവറീസ്, റേറ്റ് ഓഫ് ടെക്നോളജിക്കൽ ഒബ്സലസൻസ്, റേറ്റ് ഓഫ് ടെക്നോളജിക്കൽ അഡ്വാൻസസ്, ഇന്നവേറ്റീവ് ടെക്നോളജിക്കൽ പ്ലാറ്റ്ഫോം, ഇങ്ങനെ പറയുന്ന ഒരുപാട് ഫാക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ടെക്നോളജിക്കൽ ഫാക്ടേഴ്സായിട്ട് നമുക്ക് മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടറായിട്ട് നമുക്ക് എണ്ണാൻ വേണ്ടിയിട്ട് പറ്റും. നെക്സ്റ്റ് ആണ് ലീഗൽ ഫാക്ടേഴ്സ്. Legislative changes take place from time to time. Many of these changes affect the business environment. നമുക്കറിയാം ലീഗൽ നിയമപരമായിട്ട് വരുന്ന ചേഞ്ചുകൾ എന്ത് ചെയ്യും, എക്കണോമിയെ സ്വാധീനിക്കും, ഇൻഡസ്ട്രിയെ സ്വാധീനിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ട് അതൊക്കെ നമ്മുടെ മാർക്കറ്റിനെയും എപ്പോഴും സ്വാധീനിക്കും, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഫങ്ഷനെയും സ്വാധീനിക്കും എന്നുള്ളതാണ് പറയുന്നത്. അത് എന്താണ്, ഇൻഡസ്ട്രി അതുപോലെ എക്കണോമിയൊക്കെ സ്വാധീനിക്കുന്നത് ഒരുപാട് ഫിസ്ക്കൽ പോളിസീസാണ്. അപ്പോൾ ഈ ഫിസ്ക്കൽ പോളിസീസൊക്കെ അതിൻ്റെ ലീഗൽ അല്ലെങ്കിൽ ചേഞ്ചസ് വരുമ്പോൾ അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും, മാർക്കറ്റിൽ ഇൻഫ്ലുവൻസ്. നമുക്കറിയാം ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ GST ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ മാർക്കറ്റിൽ എന്ത് വന്നു, സെയിൽസിൻ്റെ റിഡക്ഷൻ, ഇലക്ട്രോണിക്സ് ഐറ്റംസിൻ്റെ ഒക്കെ തീരുവ കൂട്ടിയപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ മേഖലയിൽ പ്രൊഡക്ഷൻസ് എന്ത് ചെയ്തു, കുറഞ്ഞു. അതേപോലെ തന്നെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി, ഇവിടെയൊക്കെ ഭയങ്കര ക്രൈസിസാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ആ ഫിസ്ക്കൽ പോളിസിയിൽ വന്നിരിക്കുന്ന ചേഞ്ചസ് എന്ത് ചെയ്തു, ഓട്ടോമാറ്റിക്കലി അതിൻ്റെ പ്രൈസസ് ഇൻക്രീസ് ചെയ്യുകയും ഈ ചേഞ്ചസിനോട് കോപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ അതിൻ്റെ ഡിമാൻഡ് ഇത് കാരണം എന്ത് ചെയ്തു, റെഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇതുപോലെ ഓരോ ടേംസും നമ്മുടെ ലീഗൽ നിയമപരമായിട്ടുള്ള ലെജിസ്ലേറ്റീവ് ബേസിസിൽ വരുന്ന ചേഞ്ചസ് മാർക്കറ്റിന് ഗ്രേറ്റ് ഇൻഫ്ലുവൻസ് നടത്തും. അപ്പോൾ ബേസിക്കലി അത് എപ്പോഴും ലീഗൽ ഫാക്ടേഴ്സായിട്ട് നമ്മൾ പറയുന്ന കുറച്ച് പോയിൻറ്റ്സുകൾ പറയാം. ഒന്ന്, പ്രൊഡക്റ്റ് റെഗുലേഷൻ, അതുപോലെ എംപ്ലോയ്മെൻറ്റ് റെഗുലേഷൻ, അല്ലെ കോമ്പറ്റേറ്റീവ് റെഗുലേഷൻ, പാറ്റൻറ്റ് റെഗുലേഷൻ, ഹെൽത്ത് ആൻഡ് സേഫ്റ്റി റെഗുലേഷൻ, ഇങ്ങനെ വരുന്ന നമ്മളെ മാർക്കറ്റിനെ ഡയറക്റ്റായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പല ലീഗൽ ഫാക്ടേഴ്സുകളൊക്കെയാണ് ഇവയൊക്കെ. നെക്സ്റ്റ് ടേംസ് ആണ് എൻവിയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എൻവിയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് നമ്മൾ പറയേണ്ട ആവശ്യമുള്ളൂ. ദ ലൊക്കേഷൻ ഇൻഫ്ലുവൻസ് ബിസിനസ് ട്രേഡാണ്, ചേഞ്ചിങ് ക്ലൈമറ്റ്, അതേപോലെ തന്നെ കൺസ്യൂമർ റിയാക്ഷൻസ്, ഒരുപാട് സംഭവങ്ങൾ വരുന്നുണ്ട്. ബേസിക്കലി നിങ്ങൾ പഠിച്ച ഫാക്ടേഴ്സ് തന്നെയാണ്. ഒരുപാട് ക്ലാസ്സുകൾ നിങ്ങളിത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ മാർക്കറ്റിംഗ് പോയിൻ്റ് ഓഫ് വ്യൂസിൽ അതിനെ ഡിസ്കസ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. ജിയോഗ്രാഫിക് ലൊക്കേഷൻ, ക്ലൈമറ്റ്, അതുപോലെ വേസ്റ്റ് ഡിസ്പോസൽ സിസ്റ്റം, എനർജി കൺസപ്ഷൻസ്, പീപ്പിൾ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് എൻവയോൺമെൻറ്റ്, ഇങ്ങനെ പറയുന്ന പല ഒരുപാട് നമുക്ക് എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് അതൊക്കെ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ദീസ് ആർ ദ മെയിൻ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ്ഡ് ഇൻ മാർക്കറ്റിംഗ് പ്രോസസ്. അപ്പോൾ ഇത് കൂടാതെ ഒരുപാട് ഫാക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ മാർക്കറ്റിംഗ് പ്രോസസ്സിനെ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഫങ്ഷൻസിനെ നമ്മൾ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ ബേസിക്കലി നമ്മൾ എൻവയോൺമെൻറ്റൽ അനാലിസിസ് കണ്ടക്ട് ചെയ്യുകയാണ്. ഈ ഒരു ഇൻഫ്ലുവൻസിങ് ഫാക്ടേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എൻവയോൺമെൻറ്റൽ അനാലിസിസ് കണ്ടക്ട് ചെയ്യുകയാണ് നമ്മൾ സാധാരണഗതിയിൽ ചെയ്യാറുള്ളത്. അപ്പോൾ അതിൽ എൻവയോൺമെൻറ്റൽ അനാലിസിസിൽ ഒരു 5 സിമ്പിൾ സ്റ്റെപ്സ് ആണ് നമ്മൾ ഫോളോ അപ്പ് ചെയ്യാറ്. അതിൽ ഒന്നാമത്തെ സ്റ്റെപ്സ് എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡ് ഓൾ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ബിഫോർ മൂവിങ് ദി നെക്സ്റ്റ് സ്റ്റെപ്സ്. സെക്കൻഡ്, കളക്ട് ഓൾ ദി റിലവൻറ്റ് ഇൻഫർമേഷൻ. തേർഡ്, ഐഡൻറ്റിഫൈ ദി ഓപ്പർച്യൂണിറ്റീസ് ഫോർ യുവർ ഓർഗനൈസേഷൻ. ആൻഡ് ഫോർത്ത്, റെക്കഗ്നൈസ് ദി ത്രെഡ്സ് യുവർ കമ്പനി ഫേസസ്. ആൻഡ് ലാസ്റ്റ്, ദ ഫൈനൽ സ്റ്റെപ്പ് ഇൻ ടു ടേക്ക് ആൻ ആക്ഷൻ. These are the major 5 steps moving from environmental analysis in marketing function. Okay.
Remember the points and make a note. Thank you. Thank you to all.